ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള ഭാഗങ്ങളിൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ദൈവവചനം പറയുകയാണ്, ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞിട്ട്, ഒരിക്കൽ കർത്താവിൽ നിന്ന് എല്ലാം പ്രാപിച്ചിട്ട്, ഏതൊക്കെയോ മേഖലകളിൽ സഞ്ചരിച്ച്, എവിടെയൊക്കെയോ ജീവിച്ച്, എങ്ങനെയൊക്കെയോ സഞ്ചരിച്ചിട്ട് സത്യ സുവിശേഷം ഉള്ളിൽ കത്തിയപ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഇരുട്ടിന് പിടിച്ചടക്കാൻ പറ്റാത്ത വെളിച്ചത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഒരു വ്യക്തി, ആ വ്യക്തി പിന്മാറിപ്പോയാൽ അവരെക്കുറിച്ച് പറയുകയാണ്, അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതിൻ്റെ തൊട്ട് താഴെ പറയുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. പലപ്പോഴും പെയ്ത മഴ കുടിച്ച് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഒരു ഭൂമിയിലേക്ക് വീണ മഴ അതിനകത്ത് കൃഷി ചെയ്തപ്പോൾ നല്ല ഫലം വിളയിക്കുന്നു. എന്നാൽ അടുത്ത് പറയുന്നു, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലും അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു. ചുട്ടുകളകത്രേ അതിൻ്റെ അവസാനം. അപ്പൊ ഈ കൃഷിഭൂമിയിൽ മഴ പെയ്തിട്ട് നല്ല സസ്യങ്ങളാണ് വിളയിച്ചതെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ അതേ സ്ഥലത്ത് മുള്ളും ഞെരിഞ്ഞിലും ഒക്കെ മുളയിച്ചാലോ, അതിൻ്റെ അർത്ഥം ആ കൃഷിസ്ഥലത്ത് എന്തു വേണോ വിളയിക്കാം. ആ കൃഷിസ്ഥലത്ത് ലഭിച്ച മഴ വെച്ച് അവിടെ നല്ല തരം സസ്യങ്ങളെ വിളയിക്കാം. വേണമെങ്കിൽ മുള്ളും ഞെരിഞ്ഞിലും വേണമെങ്കിലും അവിടെ ഉണ്ടാകാം. പക്ഷെ നല്ലതാണെങ്കിൽ അത് അനുഗ്രഹവും, മുള്ളും ഞെരിഞ്ഞിലുമാണെങ്കിൽ അതിനെ വെട്ടി ചുട്ടുകളയാനുമേ പറ്റത്തുള്ളൂ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മളൊക്കെ ഒരിക്കൽ ഈ സത്യത്തെ അറിഞ്ഞിട്ട് ദൈവത്തിന് കൊള്ളാകുന്നവരായി നല്ല ഫലമുള്ള വൃക്ഷങ്ങളാകുന്നതിന് പകരം മറ്റുള്ളവർക്ക് ദോഷമായി, മറ്റുള്ളവർക്ക് ശാപത്തിന് കാരണമായി, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി ജീവിച്ച് ഈ സത്യസുവിശേഷത്തെ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കുന്നൊരു സ്വഭാവം വന്നാൽ, വ്യക്തതയോടെ പറഞ്ഞാൽ ഈ സുവിശേഷത്തിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് തിരിയുന്നത് അറിയാതെ സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയരെ, വചനം പറയുന്നു, നിങ്ങൾ പിന്മാറിപ്പോയതിന് തുല്യമാണ്. നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ പ്രയാസമെന്ന് ദൈവവചനം പറയുമ്പോൾ ഒന്ന് ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വന്ന് ഒന്ന് മാനസാന്തരപ്പെട്ട് ആ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് ആ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് അവസാനം വരെ യുദ്ധം ചെയ്ത് ജയിക്കാൻ പാകത്തിന് പിന്മാറിപ്പോയ വ്യക്തിയാണെങ്കിൽ പോലും മടങ്ങി വരാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ പ്രിയരെ, വെട്ടിൽ തീയിലിടുന്ന ഒരു ഭാഗത്തേക്ക് പോകാതെ വിശ്വസ്തയോടെ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.